കാനഡയിൽ 3 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിദ്യാർത്ഥികളുടെ മരണത്തിൽ സമഗ്ര അന്വേഷണത്തിന് കനേഡിയൻ സർക്കാരിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ മരണത്തെ ഭയാനകമായ ദുരന്തങ്ങൾ എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പരാമർശിച്ചു. അതിനിടെ കാനഡയിലേക്കുള്ള ഫാസ്റ്റ് ട്രാക്ക് വിസ പദ്ധതി നിർത്തിവെച്ചതിന് പിന്നാലെയാണ് പുതിയ ആവശ്യവുമായി രാജ്യം രംഗത്തെത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ വേഗം രേഖകളുടെ പരിശോധന നടത്തുകയും വേഗത്തിൽ അംഗീകരിക്കുകയും ചെയ്തിരുന്ന കാനഡയുടെ മറ്റൊരു പദ്ധതിയായിരുന്നു SDS. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ മുന്നിൽ കണ്ടാണ് SDS രൂപീകരിച്ചിരുന്നത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പദ്ധതി അവസാനിപ്പിക്കുന്നതായി കാനഡ പ്രഖ്യാപിച്ചത്. ഇതും കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു വെല്ലുവിളിയായി മാറി. കാനഡയിലേക്കുള്ള വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് നിയന്ത്രിക്കാനാണ് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. നിലവിൽ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായത്തിനുള്ള മാനദണ്ഡങ്ങളും കർശനമാക്കിയിട്ടുണ്ട്. 4 ലക്ഷത്തിലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാനഡയിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുകയാണ് പുതിയ മാനദണ്ഡങ്ങൾ. വളരെ വേഗത്തിൽ രേഖകൾ പരിശോധിക്കുകയും ഏറ്റവും കൂടുതൽ അപേക്ഷകൾ അംഗീകരിക്കുകയും ചെയ്തിരുന്ന കാനഡയുടെ പദ്ധതിയാണ് SDS.